ഗൈസ്, ഇന്ന് ഞാൻ പോകുന്നത് പടവൽ ശ്രീ മുത്തപ്പൻ്റെ അടുത്തേക്കാണ്. ഞാൻ ഇതുവരെ ഇവിടെ പോയിട്ടില്ല. റോഡ് സൈഡ് പോകുമ്പോൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഒരു ബോർഡ് കാണുമെന്നല്ലാണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇവിടെ ഇപ്പോൾ കുപ്പംപാലം കഴിഞ്ഞിട്ട് കുപ്പംപാലം കഴിയുമ്പം തന്നെ അവിടെ ലെഫ്റ്റിലേക്ക് ഒരു ബോർഡ് കാണും, പടവൽ ശ്രീ മുത്തപ്പൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇതാണ് ഗൈസ് ആ ബോർഡ്, പടവൽ ശ്രീ മുത്തപ്പൻ മടപ്പുര. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഗൈസ്. അങ്ങനെ നമ്മൾ പടവൽ ശ്രീ മുത്തപ്പൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നിവിടെ മുത്തപ്പനുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നത് കാണാം ഗൈസ്. ഇതാണ് ഇവിടുത്തെ ഊട്ടുപുര. മുത്തപ്പനിപ്പോൾ ഇവിടെ ഉണ്ട്. അങ്ങനെ നമുക്ക് പ്രസാദം കിട്ടി. ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ഫുഡ് ഉണ്ടാവും. പക്ഷേങ്കിൽ മുത്തപ്പൻ നേർച്ച, ആൾക്കാർ നേർച്ച ചെയ്യുന്നതിലാണ് ഇവിടെ മുത്തപ്പൻ ഉണ്ടാവുക. അതായത് ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഒരു കുളമുണ്ട്. ഇതാണ് ഊട്ടുപുര. അപ്പോൾ നമ്മളെന്നാൽ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു.
നോക്കൂ ഇത് എവിടെയാണ് സംഭവം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ മുത്തപ്പനെ എടുക്കുന്ന തിരക്കിൽ ഫുഡിൻ്റെ കാര്യം വിട്ടുപോയി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് ഫുഡ് കഴിഞ്ഞു. ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഇന്ന് ഭയങ്കര തിരക്കുണ്ടായിന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ കാലത്തെ വന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഫുഡ് കിട്ടും, ഇല്ലെങ്കിൽ നമ്മളെപ്പോലെ പെട്ടുപോകും. കാരണം നമ്മളെ പറ്റ കാരണം നമ്മളതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നു ഫുഡിൻ്റെ പിന്നെ നമ്മൾ മറന്നു. ലാസ്റ്റാണ് നമ്മൾ ഫുഡിൻ്റെ അടുത്തേക്ക് പോയത്, അങ്ങനെ പെട്ട്. ഇവിടെ കുറേ പ്രാവെല്ലാം വരുന്നുണ്ട്, നോക്കൂ. മഴ പെയ്ത് മഴയത്ത് പെട്ട് കുറച്ച് പ്രസാദം കിട്ടി. കണ്ടിട്ട് ഇവിടെ എത്തുന്നു. മുത്തപ്പനിതാ, മുത്തപ്പന ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തുന്നു. ഇവിടത്തേക്ക് വരാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും? കളിപ്പുറമ്പ് ആറിന് ലെഫ്റ്റ്. ഇപ്പം വേറെ ഇടത്തും വരുന്നവരാണെങ്കിൽ തളിപ്പറമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഓട്ടോ പിടിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ബസ് പിടിക്കുന്നതാണ് നല്ലത്, ഓട്ടോ ആണ്. പക്ഷെ കുപ്പത്തിറങ്ങിയിട്ട് വീടിന് കുറച്ച് ഉള്ളിലേക്ക് നടക്കാനല്ലേ, ഒരു പുഴയുടെ സൈഡിലേക്കൂടാ, കുപ്പം പുഴേൻ്റെ സൈഡിലേക്കൂടെ നടന്നാലല്ലേ ഇവിടെ ഇപ്പോൾ. അപ്പോൾ അതിനാണ് കണക്കാക്കണം. തിരിക്കണം കുറച്ച് ഷൈൻ്റെ കൂട്ടത്തിലാണ്. കേട്ടാ എല്ലോ വ്ളോഗറാണ്, നാണം കെടുത്തല്ലേ. അപ്പോൾ ഇടിപ്പിന്നും മുത്തപ്പനില്ലത് എന്താണ് പിന്നെ നേർച്ച ഏൽപ്പിച്ചുകൊണ്ടാണ് ഇന്ന് മുത്തപ്പനുള്ളത്. എല്ലാ ദിവസം ഫുഡുണ്ട്, നമുക്ക് ഫുഡ് അത് നമ്മളിതുകൊണ്ടാണ് ലേറ്റ് ആക്കിയിട്ടാണ്. നല്ല മഴയെല്ലാം പെയ്തിട്ട് എങ്ങനെ ഇവിടെ നിൽക്കും ഗൈസ്. ഇതാണ് ഇവിടുത്തെ നേർച്ചയും സംഭവങ്ങളെല്ലാം. അതേപോലെ ഇതാണ് ഇവിടെ കഴിപ്പിക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഇവിടെയുണ്ട്. എല്ലാ സമയവും ഇവിടെ മുത്തപ്പൻ ഉണ്ടാവില്ല. നമ്മളിത് മഴയായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. മുത്തപ്പൻ ഇപ്പോൾ അവിടെ നിന്ന് കുറി കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോറ് കിട്ടില്ല വിചാരിച്ചു. പക്ഷെ ലാസ്റ്റ് നിമിഷം നമുക്ക് വേണ്ടിയിട്ടാ ചോറ് കിട്ടി. ചോറ് തന്നു നോക്കൂ. അപ്പോൾ നമ്മളിത് കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, നല്ല മഴ പെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു ചെറിയൊരു ഇതും കൂടി ഉണ്ട്, തെയ്യത്തിൻ്റെ. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല മഴയുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇതാണ് ആ കാവ്, ചെറിയൊരു കാവാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടുണ്ട് ഗൈസ്, കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ആടെ സൈഡിലേക്ക് കൂടെ അതാണ് കുപ്പം പുഴ. ഇതാണ് ആ ചെറിയൊരു കാവ്. ഏട്ടായി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലീസ് അങ്ങനെ. ഓക്കെ ബൈ.